പല പല മത്സ്യം. അപ്പൊ സുഹൃത്തുക്കളെ പുതിയൊരു സ്വാഗതം. എന്താണ് സംഭവം? അസ്മാനിനെ കൊടുക്കാൻ പോണോ? നിങ്ങളൊരു ഫുഡ് കഴിക്കാൻ അല്ലേ അല്ലേ കഴിക്കാൻ പോവാണ്. അപ്പൊ ചെറിയൊരു ഇതാണ് മുഖ്യം. അതിനുശേഷം പറഞ്ഞ കേക്ക് നമ്മളെ സിനിമയുടെ കാത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളിത് കേട്ടോ? ഇതെന്നാ കോസ്റ്റ്യൂം സീനായിട്ടില്ലേ? കോസ്റ്റ്യൂം സീനായിട്ടില്ലേ? എന്ത് വയസ്സ് എന്താ പറഞ്ഞേ? എടാ, നിനക്ക് വായിസ് പറഞ്ഞത് മാത്രമേ നീ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ആവുന്നത്. നിനക്ക് ഡിമോട്ടീവ് ആക്കുന്നത് പെട്ടെന്ന് എടുക്കുന്നത്. നിനക്ക് മോട്ടിവേറ്റ് ആക്കുമ്പോൾ അതിന് എടുക്കുന്നില്ല. നീ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. സെലക്ട് ആക്കുന്നത് നെഗറ്റീവ് ആണ്. നമ്മൾ പോസിറ്റീവ് സെലക്ട് ആക്ക്. വെറുതെ ഇല്ലാണ്ട് ഈ സുഹൃത്തുക്കളെ ഡിമോട്ടിവേഷൻ ആക്കണേ. നമുക്ക് ഡിമോട്ടിവേഷൻ കേറിങ്ങാണ്ട് അടിച്ച് കിട്ടി ഇവനെന്തറിയോ ഡിമോട്ടിവേറ്റ് അതിനെ നെഗറ്റീവ് സെലക്ട് ആക്കിയിട്ട് അതിനെ മണ്ടയിൽ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഇതായിക്കൊണ്ട്. പിന്നെ ഷർട്ട് ഷർട്ടാണ്. എന്റെ ഷർട്ടാണ്. അസ്മാനത് ഇതാണ് മറ്റേത്. ഷർട്ട് പാന്റ് ഓഫീസ് കണ്ണട കെട്ട പോണേ. ഓഫീസിൽ കണ്ണട കെട്ട പോണേ. ഇത് എന്റെ പ്രൊട്ടക്ഷൻ. ഇത് എന്റെ പ്രൊട്ടക്ഷൻ. മറ്റേ എന്ത് പറയുന്നത്? മറ്റു രണ്ടാളുണ്ടല്ലേ, മമ്മൂട്ടി അല്ലടാ, വീഡിയോ കോളിൽ ചവിട്ടി പിടിച്ച് നിന്റെ കണ്ണ് ഞാൻ വിട്ടു. ഇതെന്റെ പ്രൊട്ടക്ഷൻ വെച്ചതോ. ഭയങ്കര ചൂടല്ല, അതുകൊണ്ടാണ്. കാറിന്റെ അകത്തില്ലല്ലേ ചൂട്. നാട്ടിലും ചൂട്, ഇവിടെയും ചൂട്. നാട്ടിൽ ഇത്ര ചൂടുണ്ടോ? നാട്ടിൽ ഇതിനേക്കാൾ കൂടുതൽ. കണ്ടില്ലേ ഞാൻ വരുമ്പോ മൊത്തത്തില് ടാൻ ആയത്? നാട്ടിൽ ഇത്ര ചൂടുണ്ടോ? നാട്ടിൽ ഭയങ്കര ചൂടാടാ. ഒരു 15 ദിവസം കൊണ്ട് ഞാൻ വൈറ്റ് ഇരുന്ന് ഞാൻ ബ്ലാക്ക് ആയി, ടാൻ അടിച്ച്. നാട്ടില് ചൂടെന്ന് വെച്ചാല് ഇവിടെ എത്ര ചൂടായാലും നമുക്ക് മുഖത്തിലൊരു ഇത് വരില്ല, വായിൽ വരും. നാട്ടില് ജസ്റ്റ് ഒരു ദിവസം 4 ഡ്രസ്സ് 5 ഡ്രസ്സ് യൂസ് ആക്കും. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിലും എനിക്ക് നാട്ടില് ഭയങ്കര വായിൽ പെട്ടെന്ന് വേർക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് നാട്ടിൽ നോട്ടിക്കൊണ്ടത്. എനിക്ക് അല്ല, ബോഡിക്ക് നല്ലത്. പക്ഷെ ഡ്രസ്സ് ഒരുപാട് കടകാണ് നമുക്ക് എത്ര ചെയ്യാനാ. ശരീരം ഇവിടെ നോക്കും, നമ്മൾ ഇത്ര വെയിൽ നിന്നാലും പുറത്തിറങ്ങിയാലും വേർക്കണില്ല. അപ്പൊ ഇവിടെ ഒരു 12 കോടി നോക്ക് വേർക്കും. അത് ബോഡിക്ക് വേർക്കൂല, പക്ഷെ ശരീരം ഇവിടെ അടുത്ത് വന്നിട്ടാണ് സൗദി അറേബ്യന്റെ ഇവിടെ ഏതാ പുതിയ മറ്റേ കുവൈത്ത് ബിൽഡിങ്ങിലൂടെ അതിന്റെ അവിടെ പുതിയ വീണ്ടും അതിന്റെ അകത്ത് ഫായിസ് കഴിഞ്ഞ പ്രാവശ്യം എന്തോ കൊണ്ടുപോയിട്ട് കാണിച്ചല്ലേ? സലൂണല്ല, അത് അടിപൊളി സലൂണാട്ടോ. ഇത് ചെത്തി കുറിപ്പിച്ചു. അസ്മാൻ ആ കൂടി പാളിക്കാണ്. അസ്മാൻ ഇവിടെ കട്ടിയും ചെയ്തു, ഇവിടെ ചെയ്ത്. ആ ഒരു സൈഡിൽ മറ്റേ ഇങ്ങനെ കുടുങ്ങിക്കണ് പരങ്ങിട്ട്, ഒരു സൈഡില് സ്ട്രൈറ്റ് ആക്കുന്ന ബംഗാളി സ്റ്റൈല്. ആണ്ടാ കൊണ്ടുപോയത് ബംഗാളില്ല, അതുകൊണ്ടായിരിക്കും. ഈ താടിന്റെ ഇവിടെ റൗണ്ട് ഇട്ട് ഇവിടെ കുറിപ്പിച്ചു. അപ്പൊ ഇന്നത്തെ ഫുഡ്, ഇന്നത്തെ ലഞ്ച്, വി ആർ ഗോയിങ് ടു കേരള റെസ്റ്റോറന്റ്. ഹലോ, കേരള. എനിക്ക് 2ാമത്തെ ഫുഡിന്റെ ഓർഡർ. നമുക്ക് ഗൈസ് അപ്പൊ അങ്ങോട്ട് പോയോക്കാം. എനിക്ക് 2 ഫോട്ടോ എടുക്കണം. എനിക്ക് 2 ഫോട്ടോ മാത്രം എടുത്ത് അവിടെ പോയി അടുത്ത് നിങ്ങൾ പണ്ടാറെങ്കിലാകെ സാപ്പാട് മുഖ്യം ബില്ല്. പൈസ ജോലി വണ്ടിയതാണ്. maybe like 50 like 50. Maybe V8 I think. V8 4 cylinder.
because I'm got supervisor only, like a senior supervisor. If next time manager means I take lectures or land cruiser like that. Why? I have got so big salary. Then why should I not? Yes. ഞാൻ കുറിച്ച് പറയാം. അസ്മാനെ സാറെ കണ്ടു കഴിഞ്ഞു ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ വണ്ടി മാറണം. നമുക്ക് പോയേക്കാം. വണ്ടി നോക്കിയത് ഒരു 2 ഫോട്ടോ എടുത്താ ഇപ്പൊ 2 ഫോട്ടോ സ്വർണ്ണ മോതിരം, മാഡോന്റെ വാച്ച്, കൈ മാത്രം ചേർത്തിട്ടില്ല. അതൊക്കെ അങ്ങോട്ട് സ്ഥലം മിസ്റ്റർ കുക്കു ബ്ലാക്ക്. നല്ല കിടിലൻ കോസ്റ്റ്യൂം. പക്ഷെ വയറ് കാണുന്നുണ്ട്. വയറ് ഒന്ന് ഉള്ളിൽ കുടിച്ചു. കുറച്ച് മുകളിൽ കയറ്റിക്കൂടെ ഇത്? കുറച്ച് മുകളിൽ കയറ്റിക്കൂടെ? അപ്പൊ ആർ യു കംഫർട്ട് ഓൺ ദിസ്? അസ്മാനെ എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട്ഫിറ്റിന്? അല്ലെങ്കിൽ എത്ര കൊടുക്കും? അന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും എത്ര കൊടുക്കും? എന്റെ എല്ലാം 9 മാറ്റാൻ പറ്റും. പക്ഷെ ആ കാലില് മറ്റേ കുറച്ച് കട്ടാക്കി ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് അത് ബാഗിയാ ബാഗ് ഒന്നുമില്ല. ഇത് മറ്റേ പ്രദീപ് അത് ബാഗിയല്ല, അത് മറ്റിതാണ്. അത് ബാഗാണ് കുറച്ച് വലുതായിട്ട്. 2 ഫോട്ടോ മാറിയല്ല ഇത്. ഇത് മറ്റേ ഇത് പോക്കറ്റില്ലേ? പോക്കറ്റ് ഇത് മാത്രമേ കള്ളന്മാര് പോക്കറ്റ് മാത്രമല്ല. 2 ഫോട്ടോ എടുത്താടാ. We are going. ഫായിസേ നല്ല ആംബിയൻസ് അല്ലേ? എന്ത് പറയാനുള്ളത്? കണ്ണാപ്പ് ലുക്ക് ആയിക്കണ്. ദീപു, ഐസ് വണ്ടി എന്റർടൈൻമെന്റ്സ്. ഹലോ മിസ്റ്റർ ദീപു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ലൈഫെല്ലാം എങ്ങനെ പോകുന്നു? പറടാ. ഹാപ്പിയാണ്, വൈബാണ്. അപ്പോ അപ്പോ നമ്മളെ മെയിൻ ഡയറക്ടർ ഓഫ് ദി ക്യാമറാമാൻ ഓഫ് ദി അൽ ക്യാമറാമാൻ അവിടെ ഷൂട്ട് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഒരു റിയാദിലെ ഒരു അടിപൊളി മെർഡിൻ ഫ്യൂഷൻ എന്ന ഒരു റെസ്റ്റോറൻറ്റില് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മുട്ടൻ ബിരിയാണി സ്പെഷ്യൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഫുൾ ടീം കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഫുഡ് കഴിച്ച രണ്ട് റിവ്യൂ അറിയാം. ഓക്കെ, മുട്ടൻ ബിരിയാണി എന്താ? ഈ മുട്ടൻ ബിരിയാണി എന്താ? എനിക്കറിയില്ല. മുട്ടൻ ബിരിയാണി പറഞ്ഞാലേ കാളല്ലേ? കാള ബിരിയാണി. ഹലോ മിസ്റ്റർ അരുൺ, എന്തൊക്കെ വിശേഷം? അടിപൊളി, സുഖാണ്. നല്ല മട്ടൻ ബിരിയാണി കഴിക്കണമെങ്കിൽ മുട്ടൻ ബിരിയാണി അടിപൊളി അടിപൊളി. ഹലോ സൽമാനെ നമുക്ക് കുട്ടൻ ബിരിയാണി പൈസ. കുട്ടൻ ബിരിയാണി വെച്ചാ നമ്മളെ മറ്റേ കുട്ടനല്ല മുട്ടൻ ബിരിയാണി കാളെ. അറിയാം നിങ്ങള് ബാംഗ്ലൂര് മുട്ടൻ അറിയാം? കോഴിക്കോട് എന്താ പറയാ? ഞങ്ങളുടെ നാട്ടില് മുട്ടൻ ഒന്നും പറയട്ടോ, പക്ഷെ ഞാൻ അവിടെ കേട്ടിട്ട് മുട്ടൻ പറയണോ. ബിരിയാണി
അതെ മുട്ട മീൻസ് മുട്ടനാട് മുട്ടന് കാളയാണ് സഞ്ജീവ് ബ്രോ, ഈ മുട്ടൻ എന്ന് പറഞ്ഞ കാളയാണോ ആടാണോ? കാളയാണോ ആടാണോ മുട്ടൻ എന്ന് പറഞ്ഞാല്? കാളല്ലേ? കാള മട്ടനാണ്. മട്ടനല്ല ആട്, മട്ടനാണ്. മുട്ടൻ എന്ന് പറഞ്ഞ കുട്ടനല്ലോ. മുട്ടനാട് ഈ കുത്താൻ വരുന്ന മുട്ടനാട്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഈ ബിരിയാണി സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാം, ഇങ്ങനെയുണ്ട് ബിരിയാണി? അവർക്ക് എന്താണ് ബീഫിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ്, ബീഫ് തന്നെ അതിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് പോലെ നല്ല ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഓഫീസുകൾ അടുത്താണ്, മനസ്സിലായിട്ടൊന്ന് കഴിക്കാറുണ്ട്. ഞാൻ അന്നൂറ് പ്രാവശ്യം ഇവര് ഇവിടെ വന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുറത്ത് പോയി കഴിക്കണം. അപ്പൊ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ അടിപൊളി ഒന്നും പറയാനില്ല. നമ്മള് ഈ വലയ ഭാഗത്ത് കമ്പ്യൂട്ടർ മാർക്കറ്റ് ഈ ഏരിയയിലല്ലോ ഡ്യൂട്ടി എടുക്കുന്നത്. ഫൈസൽ ടവറിൽ ഇങ്ങോട്ട് ഡ്യൂട്ടി എടുക്കുന്ന നല്ല വലിയ കമ്പ്യൂട്ടർ മാർക്കറ്റിൽ വേറൊരു ഷോപ്പില്ല ഇങ്ങനെ ഒരു നല്ല ബിരിയാണി. ഇല്ല. അപ്പൊ ക്യാൻറ്റീനത്തെ അങ്ങനെ പറയില്ലേ, നല്ല ഇതേപോലെ നമ്മൾ കമ്പയർ ചെയ്യല്ല. ബെസ്റ്റ് എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സലാഡ്. ചിക്കൻ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ചിക്കൻ അതെടുത്തോ. പിന്നെ നല്ല പഞ്ച് കിട്ടുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ പഞ്ച് കിട്ടുന്നുണ്ട്. ചിക്കനാ ചോട്ട കൈവിട്ടു. ഞാൻ ഇതൊക്കെ എന്താ നോക്കട്ടെ, അപ്പൊ ഒരു കുട്ടനുള്ളൂ പോലെ എന്ത് റൂമിലാണ് എല്ലാം ഫുഡ് കിടന്ന് കഴിക്കണം. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ബിരിയാണി ബിരിയാണി ഓക്കെ. അല്ല നിങ്ങൾ വെക്കുന്ന ബിരിയാണിയെക്കാട്ടിലും അടിപൊളി. അത് ഞാൻ ഷെഫുള്ളതല്ലോ ഇതേപോലെ ബിരിയാണി വെക്കാൻ. നല്ലൊരു വിചാരമല്ലേ സൂപ്പർ. എന്റെ മുട്ട ഇതെന്തറിയോ, ഇത് സ്പെഷ്യൽ എന്താ വെച്ചാല് തലശ്ശേരി, കണ്ണൂര്, അതുപോലെ മലപ്പുറം, അതുപോലെ കോഴിക്കോട്, ഇവിടുത്തെ എല്ലാ ഒരു ഇത് കിട്ടുന്നുണ്ട്. മിക്സ്ഡ് പോലത്തെ ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് ഓവർ ഭയങ്കര മസാല അല്ല, ഓവർ ഭയങ്കര സ്പൈസി അല്ല, പിന്നെ നല്ല ദമ്മിട്ടുങ്ങാണ്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഫ്രൈസും ഫുഡ് ഇവിടെ പോയി ആ ഷെഫുള്ള അനിയനാണ്, മനസ്സിലായില്ലേ? വീട്ടിൽ പോകുന്നൊരു കറി കഴിക്കില്ല. ശരി എന്നാ കഴിക്കട്ടെ. എന്താ വെച്ചാല് ബിരിയാണി കഴിക്കാന്നുണ്ടെങ്കിലും അതിനൊരു റെസ്പെക്ട് കൊടുക്കണം ബിരിയാണിക്ക്. അത് എവിടുന്ന് കഴിക്കാന്നുണ്ടെങ്കിലും
ബിരിയാണി റെസ്പെക്ട് ഇത്ര മതിയാ. അങ്ങനെയല്ല, കോമഡി അല്ല പറഞ്ഞത്, കാര്യം പറഞ്ഞത്. ഭക്ഷണത്തിന് നമ്മളെപ്പോഴും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു അടിഞ്ഞ ഒരു ആരെക്കൊണ്ട് പറ്റുമോ? ഒരു അടിഞ്ഞൊരു കാട്ടിക്കൂട്ടലുണ്ട്. റെസ്പെക്ട് പറഞ്ഞാലല്ലോ, നമ്മള് ടേസ്റ്റ് ആയിട്ട് ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാല് അത് നമ്മള് ഫീൽ ചെയ്തിട്ട് കഴിക്കണം. എന്താ തോന്നലോ? ഓക്കെ, ഫീലല്ല, ഫീൽ ചെയ്യണം. നാച്ചുറൽ ആയിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടില്ല ബിരിയാണി ഉണ്ടാക്കുക. ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആണ്. അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാല് അത് ഫീൽ ചെയ്ത് കഴിക്കണം. ഫീൽ ചെയ്ത് കണ്ട് ആ ഫീല് നാച്ചുറൽ ആയിട്ടാണോ, അതുപോലെ എസ്തെറ്റിക് ആയിട്ടാണോ, അതുപോലെ എന്താണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേറൊരു കാര്യമുണ്ട് സൽമാനെ, മൂപ്പർക്ക് വിചാരമുണ്ട്, മൂപ്പറുണ്ടാക്കുന്നത് പൊളിയാന്ന്. നിങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് അവനെണ്ണാണ് ഇതെല്ലാം വ്ളോഗാ. പിന്നെ എന്തുകൊണ്ടാണ് വൈഫ് മൂപ്പരെ എപ്പോഴും മോട്ടിവേഷൻ ചെയ്യല്? ഇതൊക്കെ പറയണല്ലോ അടുത്ത നല്ല ഫുഡാണ്, അത് നല്ല ഫുഡ് ആയിട്ടല്ലേ? അത് ഓക്കെ, ഫുഡ് ഓക്കെ ആണ്, ഞാൻ അതിന് പറയൂ നല്ലതാണ്. നല്ലതല്ലെന്നുണ്ടെങ്കിൽ നല്ലതല്ലെന്ന് പറയും. അതന്നെ, അത്രേ ഉള്ളൂ. അതെന്താ പറയുക, നല്ലോണം വിശന്നിട്ടുണ്ടെങ്കിൽ പറയും. ഉച്ചയ്ക്ക് അവിടെ നീ വരണ മുമ്പേ ഇവിടെ എങ്ങനെ അറിഞ്ഞിരിക്കണുണ്ടാകുന്ന വിഷയം പറഞ്ഞില്ലേ കേട്ടാന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിശേഷം മുട്ടൻ മന്തിയും അതുപോലെ ചിക്കൻ മന്തി എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. രണ്ടോട് മിക്സ് ചെയ്ത് കഴിക്കല്ലേ? മുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. എന്താണ് പറ്റിയത്? വെയ്യേ സംഭവം നിങ്ങൾ റൈസ് ഇങ്ങനെ ഇത് ഭയങ്കര എന്താണ് ജ്യൂസിയാണ്. ഇതാക്കുക, എന്നിട്ട് പപ്പടം ഇടുക, എന്നിട്ട് കുറച്ച് സലാഡ് ഇടുക, എന്നിട്ട് അതിന് ഇങ്ങനെ ആക്കി റൈസ് എടുക്കും. ഇത് റൈസ് സൈഡിൽ ഇങ്ങനെ ആക്കി കഴിക്കുന്നത്, പിന്നെ ഇറച്ചി കഴിക്കുന്നത് അതല്ല. ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കണം എന്ന് പറയില്ലേ? മട്ടനും കൊട്ടനും ചിക്കനും അച്ചാറും ചോറും പിന്നെ കുറച്ച് തൈരും കുറച്ച് വെള്ളമോ കുറച്ച് അവിടെ എല്ലാം മുക്കില്ല ഉപ്പും പുളിയും ചില്ല ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക. മുട്ടല്ല ചിക്കൻ വേറെ മുട്ട അതിന്റെ ബാക്കി സാധനം അത് അരിത്തണ്ണം പറഞ്ഞ പോലെ കഴിക്കുമ്പോ നാച്ചുറലായിട്ട് കഴിക്കണം. നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം അല്ലേ? നാച്ചുറൽ അല്ലല്ലോ ഫുഡ്. ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഫുഡ് ആൻഡ് ഇഫ് യു ഹാവിംഗ് ദ ടൈം, ആ സമയത്ത് നമുക്ക് ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടും. അത് നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടലാണ് നമ്മൾ നാച്ചുറലായിട്ട് ഫീൽ കിട്ടല്. ഒരാൾക്ക് ഒന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് ഒന്നും ഫുൾ കഴിക്കാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടുണ്ട്. സൽമാൻ കഴിക്കും. സൽമാൻ ഇനി ഒന്നുകൂടെ കൂടുതലായി. നിങ്ങൾക്ക് എന്താ കഴിക്കാതെ എനിക്കറിയാം. ആ പാന്റ് ബട്ടൺസ് പോരെ, ബട്ടൺസ് ഊരി കഴിഞ്ഞാൽ കഴിക്കും. ഓഫീസിൽ പോകുന്ന ടൈറ്റിൽ ഒരു പാന്റ് ഇട്ട് വന്നിക്കണ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞിക്കണ് എല്ലാം മമ്മൂട്ടിയായതാ. മമ്മൂട്ടിയല്ല, എസ് ജെ സൂര്യ. അതാണ് നേരത്തെ പറഞ്ഞത്. ഇയാളെ കാട്ടി കൊടുക്കാണ്ട്. പിക്കിള് നല്ല രസം കേട്ടോ, അച്ചാറ് നല്ല രസം. എത്ര കുട്ടികള് നല്ല രസം. നാരങ്ങയല്ല, മാങ്ങയല്ല, എല്ലാതും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സാക്ട്ലി ഒരു ദിവസത്തിന്റെ ശമ്പളം 10 ലക്ഷം. എക്സാക്ട്ലി. മതി തേങ്ങ മതി. നിങ്ങൾ അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞത്. കാരണം അവന്റെ പണിയല്ല. ഇന്നും ചെയ്ത് കൊണ്ട് വന്നിക്കണ അപ്പോഴാണ് വിചാരിച്ചു കണ്ണാടിയിൽ നോക്കിയില്ലേ. എന്നിട്ടൊരു മെട്രോന്റെ മുന്നിൽ പോയി കണ്ട് ഹലോ ഗൈസ്, കുറച്ച് ഇംഗ്ലീഷ്, സോ വി ആർ ഗോയിങ് ടു കുറച്ച് ഇംഗ്ലീഷ്. അതിന്റെ വണ്ടിയാ ഞാൻ എടുത്തതപ്പോ. അതിന്റെ ചായ ഇവിടെ ചായ മൂന്നിന് മാത്രം തന്ന അങ്ങനെ അത് ഞാൻ ലോങ് ഡ്രൈവ് പോകുമ്പോൾ എടുക്കത്തുള്ളൂ. അത് ഞാൻ ചോദിച്ചു. പപ്പടം കഴിക്കുമ്പോഴല്ല കുണുകുണുന്നുള്ള സൗണ്ട് വേണം. അവിടെ അച്ചാറാണ്. മസാല നല്ല രസം കേട്ടോ, ഭയങ്കര ജ്യൂസിയാണ്. ചിക്കന് ഭയങ്കര കട്ടില്ല.
അപ്പൊ കുറച്ച് പൈസ എടുക്കോ? നിനക്കില്ല കഴിച്ചോ 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 ഈ ചില ഇത് തീർക്കിട്ടോ. എന്തായാലും